പാർത്ഥ, കലോത്സവം നടക്കുകയാണ്. അനന്തപുരി വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഡോക്ടർമാരെന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മൾ പലരും കാണുന്നത്. പല ഡോക്ടർമാരും അങ്ങനെ അല്ലെങ്കിൽ പോലും ഡോക്ടർമാരെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. പക്ഷേ കലോത്സവത്തിൽ പങ്കെടുക്കില്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് DMOയ്ക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കുറേ ഡോക്ടർമാർ. എന്താ സംഭവം? എന്താ? തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ കുരുന്നുകളാണ് അവിടെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അത്ര വലിയ പ്രായപൂർത്തിയായതല്ല, കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അത്തരമൊരു കുട്ടികൾ പങ്കെടുക്കുന്ന ഈ കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്നൊരു വേദിയാണ്. കാരണം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടിഞ്ഞു വീഴാം, BP ചേഞ്ച് ആവാം, അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ വരാം. അങ്ങനെ ഏത് നിമിഷവും ഒരു ഡോക്ടറുടെ സഹായം വേണ്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന കലോത്സവ വേദി എന്ന് പറയുന്നത്. അവിടെയാണ് സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാരെല്ലാം ചേർന്ന് DMOയ്ക്ക് ഒരു കത്ത് കൊടുത്തത്. അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, അതായത് ഞങ്ങൾ സേവനം ചെയ്യില്ല എന്നാണ് ഇവർ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ന്യായമായ ഒരു കാര്യത്തിനാണോ ഇവർ പണിമുടക്കിയതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ന്യായമായ കാര്യത്തിനാണെങ്കിൽ പോലും ഇത്തരമൊരു സാഹചര്യത്തിൽ അവർ ഒരിക്കലും പണിമുടക്കാൻ പാടില്ല. കാരണം ഒരു പ്രത്യേക സാഹചര്യമാണല്ലോ, കുട്ടികളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയാണ്. അവിടെയാണ് ഇവരുടെ തെമ്മാടിത്തം എന്ന് തന്നെ പറയാം. കാരണം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർമാരെ നമ്മൾ ദൈവങ്ങളായിട്ടാണ് കാണുന്നത്. പലപ്പോഴും ഒരു ജീവൻ ഡോക്ടറുടെ കയ്യിലാണുള്ളത്. അത്തരത്തിൽ തൻ്റെ പ്രൊഫഷനോട് നീതി പുലർത്തുന്ന ദൈവമായി നിൽക്കുന്ന ഒട്ടനവധി ഡോക്ടർമാരുണ്ട്. അവരെ നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കാം. ചില നാറികളായ ഡോക്ടർമാരുണ്ട്, അങ്ങനെ തന്നെ പറയണം. കാരണം ഒരു എത്തിക്സും ഇല്ലാതെ തങ്ങൾ ചെയ്ത പ്രതിജ്ഞയുണ്ട്. ഇവർ ഡോക്ടർമാരായി ചാർജ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇവർ ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയുടെ അന്തസ്സ് പോലും, അല്ലെങ്കിൽ ആ പ്രതിജ്ഞ ഇവരെന്തിനു ചൊല്ലി എന്ന് പോലും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ വീണ്ടും ആലോചിക്കേണ്ട തരത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പല ഡോക്ടർമാരുടെയും ഭാഗത്ത് ഉണ്ടാവുന്നത്. ഇവർക്ക് എന്താണ്, കാശ് മാത്രം മതി. ഇവരെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റ് പറ്റിയാൽ ഇവരെ ശിക്ഷിക്കാൻ പാടില്ല. ഈ നിലയിലുള്ള നിലപാടുമായിട്ടാണ് ചില ഡോക്ടർമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവം? ഇവിടെ ഒരു ഡോക്ടർ, അതായത് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഡോക്ടർ ഒരു സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു. അതായത് സർക്കാർ ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന പോലെ സർക്കാർ ഡോക്ടർമാർ എന്താണ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയെന്ന് ചോദിക്കുമ്പോൾ ആ സമയം കൂടി അവർ കട്ട് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ പറയുന്ന സ്വകാര്യ പ്രാക്ടീസിന് പോകും. സ്വകാര്യ പ്രാക്ടീസിനാണ് അവർ പ്രാമുഖ്യം കൊടുക്കുക. എന്നിട്ട് പറയും, എന്നെ പേഴ്സണലായിട്ട് വന്ന് കണ്ടോളൂ എന്ന് പറയും. അവർക്ക് പേഴ്സണലായിട്ട് പോയിട്ട് പൈസ കൊടുത്താൽ മാത്രമേ പല സർക്കാർ മെഡിക്കൽ കോളേജുകളും സർജറി പോലും നടക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പം അത് വളരെ സുന്ദരമായി നടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു സർക്കാർ ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നത് ഒരു പ്രധാനപ്പെട്ട ചാനൽ പുറത്തുവിട്ടു. അങ്ങനെ പുറത്തുവിട്ടപ്പോൾ ഉടനെതിരെ തന്നെ അതിന് രക്ഷയില്ലാത്തത് കൊണ്ട് ആരോഗ്യവകുപ്പ് എന്ത് ചെയ്തു, അതിനാദ്യം ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് ഈ ഡോക്ടറെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി. ഈ പണിമുടക്കിയ ഡോക്ടർമാരുടെ ആവശ്യം എന്താണെന്ന് അറിയുമോ തന്നെയാ? അതായത് ഇദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി പിൻവലിക്കണം, ഇദ്ദേഹത്തെ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഞങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഈ നിങ്ങളുടെ ഈ തെക്കൻ ഭാഷയിൽ പറഞ്ഞാൽ കവല മടൽ വെട്ടി അടിക്കണം, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പെരത്തല മടൽ വെട്ടി അടിക്കണം എന്ന് പറയുന്നത്. ആ രീതിയിൽ അടിക്കേണ്ട ആളുകളാണ് ഇവന്മാർ. ഇവന്മാർക്ക് ഈ പറയുന്ന പോലെ എന്താണ്, പിഴിഞ്ഞും വാങ്ങണം. അതായത് സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് പൈസയും വാങ്ങി ഈ സുഖസുന്ദരമായിട്ട് ഒരു ദിവസത്തിൽ പകുതി മാത്രമേ ഇവർക്ക് പണിയെടുക്കേണ്ടതുള്ളൂ, പിന്നെ പകുതി പൊടിക്ക് പോയി ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളാണ് ഈ പറയുന്നത് പോലെ ഒരു പാവപ്പെട്ടവന്റെ കുട്ടികൾ ഒരു കലോത്സവത്തിന് വരുമ്പോൾ അവരുടെ ജീവന് വില കൽപ്പിക്കാതെ അഴിമതി നടത്തി തോന്യാസം ചെയ്ത ഒരുത്തിനെതിരെ നടപടി എടുത്തപ്പോൾ അവനെ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടെത്താൻ എന്തിനാ ഇവന് വീണ്ടും ഈ പ്രാക്ടീസ് തുടങ്ങണേ? ആ സ്ഥലത്ത് തുടങ്ങിയെങ്കിൽ ഇവൻ ഭയങ്കര നഷ്ടമാണ്. ഇവന് ഈ മാസം EMI അടക്കാനുണ്ട്. പിന്നെ അവന്റെ ഇവന്റെ ഭാഷ അങ്ങനെ ആയിരിക്കുമല്ലോ, എനിക്ക് EMI അടക്കണം, സ്വകാര്യ പ്രാക്ടീസ് നടത്തിക്കില്ല പോവില്ല. അപ്പൊ സർക്കാർ തരുന്ന പണം എന്താ ചെയ്യുന്നത്? അത് ഞാൻ എൻ്റെ ഭാര്യയുടെ മോൾ ബാങ്കിലിടും, ഭാര്യയുടെയും മകളെയും പേരിൽ ബാങ്കിലിടും. ഇമാതിരിയുള്ള ഡോക്ടർമാരാണ് നമ്മുടെ നാടിൻ്റെ ശാപം എന്ന് പറയുന്നത്. ഒരു പ്രിയപ്പെട്ട ഒരു ഡോക്ടർ, അതായത് വന്ദനാദാസ് എന്ന് പറയുന്ന ഡ്യൂട്ടിക്കിടയിൽ കൊല്ലപ്പെട്ട ഒരു ഡോക്ടറുണ്ട്. അത്രയും നമ്മളൊക്കെ അത്രമേൽ അപലപിച്ചതാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് ആ ഡോക്ടറുടെ മരണത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഡോക്ടർമാർക്കെതിരെ ഒന്ന് ആശുപത്രിയിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചാൽ പോലും അവരെ ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു തരത്തിലും ഡോക്ടർമാരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാരെ നേരെ ഒന്ന് കയർത്താൽ പോലും അയാളുടെ കാര്യം പോക്കാണ്. അതാണ് ഇപ്പോൾ നിയമം എന്ന് പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വയറ്റിൽ കുടുങ്ങി വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്ന ഹർഷിന എന്ന് പറയുന്ന ഒരു യുവതിയുടെ
കഥ മാധ്യമങ്ങളടക്കം എല്ലാവരും പുറത്തുവിട്ടതാണ്. ഇപ്പോഴും അവരുടെ സർജറിയുടെ മുകളിൽ സർജറി ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുള്ള നാട്ടിൽ ആ കേസിൽ പോലും ഡോക്ടർമാർക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. താൽക്കാലികമായി കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൂട്ടുക എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ ഗവൺമെൻറ്റോ നമ്മുടെ ആരോഗ്യ വകുപ്പോ ഡോക്ടർമാർ പ്രതിയാകുന്ന ഒരു കേസുകളിലും ഇവർക്കെതിരെ നടപടിയെടുക്കാനോ ശാശ്വതമായ ഒരു പരിഹാരം കാണാനോ സർവീസിൽ നിന്ന് പുറത്താക്കേണ്ട ആളുകളെ സർവീസിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതിന് കുടപിടിച്ചു കൊടുക്കുന്നതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, IMAയും അതുപോലെ തന്നെ KGMO, കേരള ഗവൺമെൻറ് ഓഫീസേഴ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ. ഈ സർക്കാർ ഡോക്ടർ കുറച്ചുകൂടെ ആളുകൾ എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില സർക്കാർ ഡോക്ടർമാരുടെ ചില ഈ തോന്നിവാസം അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ രീതിയിലുള്ള ഇടപെടൽ കൊണ്ടാണ്. ഇവിടെ നോക്കൂ, ഇവിടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പറഞ്ഞതുപോലെ ഭാവിയിൽ വളർന്നു വരേണ്ട ഒരുപാട് കലാകാരന്മാരെ വാർത്തെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ്. ഇവിടെ ഏഷ്യയിൽ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു കലോത്സവമുണ്ടോ? ഇത്രയും വളരെ ഒരു സംസ്ഥാനത്ത് ജില്ലയിലെ കുട്ടികളെ മുഴുവൻ ഒത്തുചേർന്നുകൊണ്ട് ഇത്രയും കൃത്യമായ രീതിയിൽ പോകുന്ന ഒരു കലോത്സവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് അഭിമാനമാണ് നമ്മുടെ കലോത്സവം എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു കലോത്സവത്തെയാണ് എന്ത് ചെയ്യുന്നത്, ഈ തരത്തിൽ ഡോക്ടർമാരൊക്കെ കൂടി ചേർന്നുകൊണ്ട് അവരുടെ എത്തിക്സ് മറന്നുകൊണ്ട് അവരുടെ ഡ്യൂട്ടി മറന്നുകൊണ്ട് അവർ ഒരു അഴിമതി നടത്തുന്ന ഒരു ഡോക്ടർക്ക് വേണ്ടി കുടപിടിക്കുന്നത്. ഇതിലൂടെ അവർ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, ഞങ്ങൾ സ്വകാര്യ പ്രാക്ടീസ് നടത്തും, ഞങ്ങൾ സർക്കാരിൻ്റെ പൈസ വാങ്ങും, ഞങ്ങൾ എന്തും ചെയ്യും, നിങ്ങൾ ഞങ്ങൾക്കൊരു നടപടി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന തോന്നിവാസം, ശുദ്ധ തോന്നിവാസമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എല്ലാ ഡോക്ടർമാരെയും ആണ് പറയുന്നതെന്ന് വിചാരിക്കേണ്ട. ഡോക്ടർമാർ ഇത് കേട്ടിട്ട് ബുദ്ധിമുട്ടും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ചില ആളുകൾ മാത്രമാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഒരുപാടുണ്ടായി വരുന്നു ഗവൺമെൻറ് സർവീസിൽ എന്നതുകൊണ്ടാണ് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഡോക്ടർമാർക്കെതിരെയുള്ള പ്രശ്നങ്ങളും പരാതികളും. ഇപ്പോൾ അടുത്ത് ഒരു ഡോക്ടർ, അതായത് പ്രസവം ആയി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിനെതിരെ പ്രസവിക്കാൻ പോയ ഒരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി മാധ്യമങ്ങളിൽ വന്ന് പരാതികൾ പറയുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഇപ്പോൾ എത്ര പരാതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ജീവൻ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എത്ര നമ്മൾ തന്നെ ഒരിക്കലും ഇവിടെ ചർച്ച ചെയ്തു. അങ്ങനെ നിരന്തരമായ പരാതികൾ വന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവരുടെ തോന്നിവാസമാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു, ഇത് സെക്യൂരിറ്റിക്കാരുടെ. ഈ തരത്തിൽ ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞ രീതിയിൽ പോകുമ്പോഴും സർക്കാർ എന്ത് ചെയ്യാണ്, ഇവരുടെയൊക്കെ തോന്നിവാസത്തിന് ഇവരുടെയൊക്കെ നിലപാടുകൾക്ക് അനുകൂലമായി നിൽക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ എനിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, KK ശൈലജ ടീച്ചർ. പക്ഷെ ആ പേര് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ എനിക്ക് പല സാഹചര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പല ആവശ്യങ്ങൾക്കും രോഗിയായും അല്ലാണ്ടും ഒക്കെ പോയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നന്നായിട്ടറിയാം അവിടുത്തെ നേഴ്സുമാരുൾപ്പെടെ രോഗികളോട് പെരുമാറുന്ന രീതി. ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഗർഭിണികൾ അവിടെ പ്രസവിക്കാൻ പോകണം മെഡിക്കൽ കോളേജിൽ. പ്രസവിക്കാൻ പോകുമ്പോൾ ഈ ഗർഭവേദന എന്ന് പറയുന്നത് ലോകത്ത് ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വേദനയല്ല പ്രസവ വേദന എന്ന് പറയുന്നത്. അതൊരു സ്ത്രീക്ക് മാത്രം. അത്രയും നൊന്ത് പ്രസവിച്ച മക്കളാണ് പലപ്പോഴും അമ്മമാരെ കൊല്ലുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. കാരണം ആ വേദന എന്ന് പറയുന്നത് വല്ലാത്തൊരു വേദനയാണ്. അത്രയും വേദന നമ്മൾ സഹിക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാർ ചോദിക്കുന്നത് എന്താണെന്ന്, ആ സമയത്ത് നല്ല സുഖം ഉണ്ടായിരുന്നോ, അപ്പൊ അറിയണമായിരുന്നു ഇത്രയും വേദന ഉണ്ടാവുമെന്ന്. അപ്പൊ സുഖിച്ചെങ്കിൽ ഇപ്പം കുറച്ച് വേദന അനുഭവിക്കണം. നേഴ്സുമാർ പറയുന്നതാ. അതായത് സർക്കാർ ആശുപത്രിയാണ്, നിന്റെയൊക്കെ പണം കൊണ്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് സർക്കാരാണ് പണം, ആ സർക്കാർ കൊടുക്കുന്ന പണം നമ്മുടെ നികുതി പണമാണെന്നൊന്നും ഇവർ വിചാരിക്കുന്നില്ല. അത്ര മോശപ്പെട്ട രീതിയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം എനിക്കറിയാം. ഞാൻ ബാക്കി മറ്റു മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ടില്ല. അവിടുത്തെ നേഴ്സുമാർ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഡോക്ടർമാരിൽ കുറച്ച് പേരെങ്കിലും മികച്ച ഡോക്ടർമാരുണ്ട്. ഒരു ഷീല ഷെണായി എന്നൊക്കെ പറഞ്ഞ ഗൈനക്കോളജി വിഭാഗം മേധാവിയൊക്കെ ആയിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറുണ്ട്. അവരെയൊക്കെ നമ്മൾ കാല് തൊട്ട് വന്ദിക്കണം. അവരൊക്കെ എടുക്കുന്ന ചില സമയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ അവരോട് ഒരു രോഗിയായി പോകുമ്പോൾ നമ്മളോട് അവർ കാണിക്കുന്ന ഒരു രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്നും തൊഴാൻ തോന്നും അവരെയൊക്കെ. അത്ര മികച്ച ഡോക്ടറായിരുന്നു അവർ, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ നേഴ്സുമാരും സെക്യൂരിറ്റിക്കാരും ചില ഡോക്ടർമാരും പറയുന്നതൊക്കെ അശ്ലീലപരമായ കാര്യങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് തന്നെ എന്തിനിവിടെ വന്ന് കയറി എന്ന് ചോദിക്കും. അതിനുശേഷം ഞാൻ ഇന്ന് വരെ മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ല. എത്ര പൈസ കടം വാങ്ങിയാണെങ്കിലും പ്രൈവറ്റിലേ പോകത്തുള്ളൂ. ആ ഒരു അവസ്ഥയെ കുത്തഴിഞ്ഞു പോയി നമ്മുടെ
എനിക്ക് തോന്നുന്നു വീണ ജോർജ് വന്നതിന് ശേഷം അത് കുറച്ചുകൂടി കൂടി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. നിയന്ത്രിക്കാൻ ആരുമില്ല. ഈ രാത്രി കാലങ്ങളിൽ പിന്നെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ വിസിറ്റ് നടത്തുന്നതല്ല ഒരു മന്ത്രിയുടെ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി മന്ത്രി വിസിറ്റ് നടത്തി പിന്നെ ആശുപത്രികളിൽ, ഇതൊന്നും അല്ല. കുറേ അടുക്കും ചിട്ടകളൊക്കെ വരാനുണ്ട്, കുറേ പേരെ നിലയ്ക്ക് നിർത്താനുണ്ട്. എന്തായാലും ഡോക്ടർമാരുടെ കഴപ്പ് തീരട്ടെ. ഇനി സർക്കാർ അതിന് ഒത്താശ നിൽക്കുമെങ്കിൽ പോയവരൊക്കെ തിരിച്ചു വരട്ടെ.